മേയറുടെ ഓഫീസിൽ ആയുധങ്ങൾ. ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത്. അതവർ നേടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ചരിത്രത്തിലാദ്യമായി ബി.ജെ.പിയുടെ ഭരണം വന്നു. വി രാജേഷാണ് നഗരസഭാ അധ്യക്ഷൻ. ഇപ്പോൾ വി രാജേഷിനെതിരെ ഗുരുതരമായ ആരോപണമാണ് മുൻ മേയറും മുൻ മന്ത്രിയും CPM-ന്റെ സമുന്നത നേതാവുമായിട്ടുള്ള ശിവൻകുട്ടി ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മേയറുടെ ഓഫീസ് ഒരു ആയുധപ്പുരയാണ്. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഓഫീസുകൾ പോലീസ് അങ്ങനെ റെയ്ഡ് ചെയ്യാറില്ല. അടിയന്തരമായി വി രാജേഷിന്റെ ഓഫീസും ഡെപ്യൂട്ടി മേയറുടെ ഓഫീസും പോലീസ് റെയ്ഡ് ചെയ്യണം. കാരണം അവിടെ മാരക ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ശിവൻകുട്ടിയുടെ ആരോപണം. ആ ആരോപണം കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. കോർപ്പറേഷന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യണം. ഈ കൗൺസിലറെ പോലെ വാരോട്ടിന കൗൺസിലറെ പോലുള്ള ആൾക്കാർ അവിടെ വരുന്നത് ആയുധം കൊണ്ടാണ് വരുന്നത്. പോലീസുകാർ റെയ്ഡ് ചെയ്യാത്ത സ്ഥലമാണ് കോർപ്പറേഷൻ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും അതുപോലുള്ള കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ. അങ്ങനെ റെയ്ഡ് ചെയ്യുന്ന സ്ഥലമല്ല. അപ്പൊ അവിടെയെല്ലാം പോലീസ് റെയ്ഡ് ചെയ്യണം. ഈ മാരകായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു പരാതി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം ഇവിടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, ശിവൻകുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ അദ്ദേഹം അത് കൃത്യമായി പോലീസിനെ അറിയിച്ച് ആ ഓഫീസ് റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിച്ചെടുക്കണമായിരുന്നു. അതാണ് ശിവൻകുട്ടിയുടെ ഒരു വിജയമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ അദ്ദേഹം പരസ്യമായി വന്നിരുന്നു കൊണ്ട് ബി.ജെ.പിയുടെ ഈ പറയുന്ന മേയറുടെ ഓഫീസിൽ ആയുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് റെയ്ഡിൽ പിടിച്ചെടുക്കുക? കാരണം അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പോയി റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയുധങ്ങൾ കിട്ടും എന്ന് പറയുമ്പോൾ ഇനി അഥവാ വി രാജേഷ് അവിടെ ആയുധം സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അത് മാറ്റാനുള്ള ഒരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ ശിവൻകുട്ടി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ രാജേഷിനെതിരെ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം, വി രാജേഷ് എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധിയാണ്. അപ്പൊ അങ്ങനെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതും ഇത്രയും ഗുരുതരമായ മാരകായുധങ്ങൾ വെച്ചുകൊണ്ടാണ് വി രാജേഷ് തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അദ്ദേഹം പോലീസിനെ കൊണ്ടുവന്ന് അത് റെയ്ഡ് ചെയ്യിച്ച് ആയുധങ്ങളടക്കം വി രാജേഷിനെ നിയമപരമായി മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയൊരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് ശിവൻകുട്ടി നിറവേറ്റേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം അത്തരമൊരു കടമ നിറവേറ്റാതെ വെറും ഒരു ആരോപണത്തിൽ കുരുക്കിയിടുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ തോതിൽ വി രാജേഷിനെ അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തെയും താറടിക്കുന്ന രീതിയിലേക്കാണ് ഈ ശിവൻകുട്ടിയുടെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വി രാജേഷിന് ചെയ്യാവുന്നത് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു മേയർ തൻ്റെ ഓഫീസിൽ മാരകായുധങ്ങൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് ഭരിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിന്റെ തലസ്ഥാനം ഭരിക്കുന്നു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തനിക്കെതിരായി ഇങ്ങനെ ഒരു ആരോപണം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മുൻ മന്ത്രി കൂടിയായിട്ടുള്ള മുൻ മേയറായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ അതിനെതിരായി വി രാജേഷ് എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്തത്? ഇതൊരു ചോദ്യമല്ലേ? അപ്പോ രാജേഷിന് ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യാരോപണം ഉന്നയിക്കാതെ ശിവൻകുട്ടിക്കെതിരായി നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് വി രാജേഷ് ചെയ്യേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളികളാകുമ്പോൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇതങ്ങനത്തെ ഉള്ള ഒരു ആരോപണമല്ല, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് കിലോമീറ്റർ മാത്രം അകലെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാരകായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഒരു മുൻമന്ത്രി പറയുന്നു. ഒരു മുൻമന്ത്രി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം അദ്ദേഹം 5 വർഷം ഭരിക്കുമ്പോൾ പോലീസ് സേനയിലടക്കം ഇന്റലിജൻസിലടക്കം ഒക്കെ ഉള്ള പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വെറുതെ ആരോപണം ഉന്നയിക്കുന്നു എന്ന നിലയിൽ, അല്ലെങ്കിൽ ആരോപണത്തിന് വേണ്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയാൻ കഴിയുമോ? അവിടെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം എന്തെങ്കിലും ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇങ്ങനെ വെറുതെ വന്നിരുന്ന് പത്രക്കാരുടെ മുന്നിൽ ഇത്തരം ഇടുവായിത്തരം വിളിച്ചു പറയുമോ? അത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അദ്ദേഹം മന്ത്രി സ്ഥാനം ഒഴിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോ അങ്ങനെ ഉള്ള ഒരാൾ പറയുമ്പോൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഈ കോർപ്പറേഷൻ മേയർക്കെതിരായിട്ട് പറയുമ്പോൾ അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. 2, രാജേഷ് അക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം.
തൻ്റെ ഓഫീസ് ആയുധമുക്തമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത രാജേഷിനുണ്ട്. അല്ലെങ്കിൽ വി ശിവൻകുട്ടിക്കെതിരായിട്ട് നിയമപരമായിട്ട് നീങ്ങേണ്ടതുണ്ട്. അത് വി രാജേഷ് നിറവേറ്റണം. അതേപോലെ തന്നെ വി ശിവൻകുട്ടി പറയുന്ന മറ്റൊരു കാര്യം, ഈ വാഴോട്ടുകോണത്തെ കൗൺസിൽ ഉണ്ടല്ലോ, നമുക്കറിയാവുന്നതുപോലെ കാപ്പ കേസ് ചുമത്തിയിട്ടുള്ള ആർ സുഗതൻ, അപ്പോൾ അദ്ദേഹം വഴിയാണ് ഇവിടെ ആയുധം എത്തുന്നത് എന്നുള്ളതാണ് ശിവൻകുട്ടി ആരോപിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ വാഴോട്ടുകോണത്തെ ഈ പറയുന്ന കാപ്പാസ് കേസ് പ്രതിയായിട്ടുള്ള ആർ സുഗതൻ വഴി മേയറുടെ ഓഫീസിൽ ആയുധങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കാപ്പ കേസ് ചുമത്തിയിട്ടുള്ള ഒരു പ്രതി ഈ പറയുന്ന വാഴോട്ടുകോണത്തെ വാർഡ് കൗൺസിലറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വഴിയാണ് ഇവിടെ ആയുധം എത്തുന്നത്. അപ്പോൾ ശിവൻകുട്ടിയുടെ ആരോപണത്തെ വെറും ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ കാണാതെ ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയാണ്, രമേശ് ചെന്നിത്തലയുടെ ചുമതലയാണ്. തൊട്ടടുത്താണ്, ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഓഫീസായി. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന്റെ തൊട്ട അരികിലാണ് ഈ പറയുന്ന മേയറുടെ ഓഫീസ്. അവിടെ ആയുധങ്ങളുണ്ട് എന്ന് പറയുന്നത് ഒരു മുൻ മന്ത്രിയാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പിന്നീട് മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ വാഴോട്ടുകോണം വാർഡിലെ ആർ സുഗതൻ എന്ന് പറയുന്ന ഈ കാപ്പ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പ്രതി, അയാളുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഭരണം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്ത് നഗരപാലിക ബില്ലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, കോർപ്പറേഷൻ ബില്ലും ഒക്കെ ആയിട്ട് വരുന്ന ആ നിയമമൊക്കെ ആയിട്ട് വരുമ്പോഴുള്ള ഒരു പ്രശ്നം, ഒരു കൗൺസിലർ 3 തവണ ഹാജരാകാതിരുന്നാൽ അയാളുടെ ഈ അംഗത്വം റദ്ദായിപ്പോ. അപ്പൊ ഇപ്പോ ഈ വാഴോട്ടുകോണത്തെ ആർ സുഗതന്റെ അദ്ദേഹം 2 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. 3ാമത്തെ കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ അത് ഈ പറയുന്ന നിയമപ്രകാരം അദ്ദേഹത്തിന്റെ സ്വാഭാവികമായി തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഈ കൗൺസിൽ വിളിക്കാതെ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളൊരു രാഷ്ട്രീയ അടവാണ് BJP സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് CPM ആരോപിക്കുന്നത്. കാരണം ഇദ്ദേഹം ഇനി ജാമ്യം നേടി പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ യോഗം വിളിക്കുകയുള്ളൂ എന്നാണ് CPM പറയുന്നത്. അത് ഒരു പരിധിവരെ അതിനകത്ത് യുക്തിയുണ്ട്. കാരണം ഇപ്പോൾ നഗരസഭ 2 യോഗം വിളിച്ചു കഴിഞ്ഞു. ആ 2ലും ഈ പറയുന്ന സുഗതൻ പങ്കെടുത്തിട്ടില്ല. 3ാമത്തെ യോഗത്തിലും സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സ്ഥാനം നഷ്ടപ്പെടും. മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഒരു കൗൺസിലിന്റെ പിൻബലത്തിൽ കഷ്ടിച്ച് നിലനിന്ന് പോകുന്ന ഒരു നഗരസഭ കൂടിയാണ്. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം നേരത്തെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളായിരുന്നു തിരുവനന്തപുരത്തെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയോടുകൂടിയാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. അവിടെ ഈ സുഗതന്റെ ഈ പറയുന്ന കൗൺസിലർ സ്ഥാനം കൂടി നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭരണത്തെ അട്ടിമറിക്കാനും കഴിയും. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ കൂടി, ഒരു ഭരണ പ്രതിസന്ധി കൂടി അവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ സുഗതനുമായി ബന്ധപ്പെട്ടാണ് ഈ കൗൺസിൽ യോഗം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും തിരുവനന്തപുരത്തെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള വെള്ളക്കെട്ട് പ്രശ്നം, തെരുവുനായ പ്രശ്നം, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഇവിടെ തിരുവനന്തപുരം നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അത് കൗൺസിൽ യോഗം കൂടിയതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ കൗൺസിൽ യോഗം കൂടിയാൽ ഈ സുഗതൻ അവിടെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കൗൺസിലർ എന്ന് പറയുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അനന്തമായി സുഗതനെ സംരക്ഷിക്കാനായി, ഈ കാപ്പ കേസിൽ ഇപ്പോൾ അകത്ത് കിടക്കുന്ന പ്രതിയെ സംരക്ഷിക്കാനായി അനന്തമായി ഇങ്ങനെ കൗൺസിൽ യോഗം നീട്ടിക്കൊണ്ടു പോവുകയും നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നതാണ് CPMന്റെ മറ്റൊരു ആരോപണം. അതിൽ കഴമ്പുണ്ട് താനും, അതിൽ യുക്തിയുണ്ട് താനും. എന്തുകൊണ്ടാണ് അടിയന്തരമായി ഇത്രയും ഡെങ്കിപ്പനി വരുന്നു, അതേപോലെ ഈ പറയുന്ന പനി വരുന്നു, H1N1 വരുന്നു, നിരവധി പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്ന ഒരു അവസരമാണല്ലോ ഈ പറയുന്ന മഴക്കാലം. അത് തിരുവനന്തപുരത്ത് മറ്റ് ജില്ലകളിലെ പോലെ തന്നെ രോഗങ്ങളൊക്കെ വന്ന് നിൽക്കുന്നു. അതേപോലെ തെരുവുനായ ശല്യം ഒരു വഴിക്ക്. അപ്പോൾ അവിടെ തെരുവുനായ ഷെൽട്ടർ ഒരുക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും രഹസ്യമായിട്ടാണ് ഒരുക്കുന്നത് എന്നൊക്കെ മേയർ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ തെരുവുനായകളെ എത്തിക്കേണ്ട ചുമതല അടുത്ത കൗൺസിൽ യോഗത്തിലെ നടക്കുകയുള്ളൂ, തീരുമാനമാവുകയുള്ളൂ. അപ്പോൾ ആ കൗൺസിൽ യോഗം വിളിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതും ശിവൻകുട്ടി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ശിവൻകുട്ടി പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കേണ്ടത്, രാജേഷ് വ്യക്തമാക്കേണ്ടത്. ഒന്ന്, ഈ പറയുന്നത് പോലെ തൻ്റെ ഓഫീസിൽ ആയുധങ്ങളുണ്ടോ?
ഉണ്ട് എങ്കിൽ എന്തെല്ലാമാണ് ആയുധങ്ങൾ, ഇല്ല എങ്കിൽ ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന സുഗതനുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ കൗൺസിൽ യോഗം നീണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഈ അടുത്ത കൗൺസിൽ യോഗം വിളിച്ചിട്ട് അടിയന്തരമായി ഈ പറയുന്ന വെള്ളക്കെട്ടിനും ഈ രോഗപ്രതിരോധത്തിനും തെരുവുനായ ശല്യത്തിനുമൊക്കെ തീരുമാനമെടുക്കേണ്ട കൗൺസിൽ യോഗം എന്തുകൊണ്ടാണ് അനന്തമായി നീണ്ടുപോകുന്നത് എന്നുള്ള കാര്യം രാജേഷ് വ്യക്തമാക്കേണ്ടതാണ്. എന്തു തന്നെയായാലും ഇതൊരു രാഷ്ട്രീയ ആരോപണത്തിലുപരി വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ്. കാരണം ഒരു മേയറുടെ ഓഫീസിൽ മാരകായുധമുണ്ട്, മാരകായുധങ്ങൾ ആ കൗൺസിലർ കൊണ്ടുവയ്ക്കുന്നു, അവിടെ ഒരു ആയുധപ്പുരയാണ് എന്ന് ഒരു മുൻ മന്ത്രി പറയുമ്പോൾ അത് അങ്ങേയറ്റത്തെ ഗൗരവമുള്ള കാര്യമായി ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതിൽ ഇടപെടേണ്ടിയിരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ഇടപെടേണ്ടിയിരിക്കുന്നു. ഇനി ശിവൻകുട്ടി പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ആയുധങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം നമ്മുടെ പോലീസ് സംവിധാനത്തിനുണ്ട്, അത്തരത്തിൽ അന്വേഷിക്കണം. അങ്ങനെ അവിടെ ആയുധങ്ങൾ മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതന്വേഷിക്കണം, അവിടെ ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതന്വേഷിക്കണം. അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ഈ ശിവൻകുട്ടിയുടെ ഇത്തരമൊരു ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പോലീസാണ് കൃത്യമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ട് അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ് ഉള്ളത്, ആഭ്യന്തര വകുപ്പിനുമാണ് ഉള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.